കർത്താവിന്റെ ധന്യമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നുമായിട്ട് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ സ്തോത്രം വളരെ ആമേൻ സ്തോത്രങ്ങളേരിയ ഞങ്ങളെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൾ നൽകുകയും ചെയ്യുന്ന ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ ആമേൻ സ്തോത്രം ശുശ്രൂഷയിൽ നിൽക്കുന്ന സിസ്റ്റർ ബീന അജയ് ആൻഡ് പ്രിയ അജയ്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എന്നെ സ്നേഹിക്കുന്ന ആമേൻ പല സഹോദരന്മാരും സഹോദരിമാരും ആമേൻ സ്തോത്രം ഈ മീറ്റിങ്ങില് ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രങ്ങളേരിയ സ്തോത്രം. നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ സമയം വളരെ വിലയേറിയതാണ് എന്ന് എനിക്കറിയാം. ദേശത്ത് നിന്ന് ജോലിയോടുള്ള ബന്ധത്തിൽ ആമേൻ സ്തോത്രങ്ങളേരിയ സ്തോത്രം പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, സ്വദേശത്ത് നിന്ന് പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രങ്ങളേരിയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം നമുക്ക് ഇന്ന് രാത്രികാലം കുറിവാക്യമായിട്ട് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 17 വാക്യം വായിച്ചാട്ടെ. നിനക്ക് വിരോധമായി ഉണ്ടാകും യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ രാജാവേ, നന്ദിയോടുകൂടെ സ്തോത്രജ്ഞയെന്ന് സ്തുതിക്കുന്നു. നല്ലതും വിലയേറിയതുമായ സമയത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലം നാം വായിച്ച വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിന്റെ 17 വാക്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആരാണ് നമുക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ഒരു പ്രതിയോഗിയുണ്ട്. ആ പ്രതിയോഗിയുടെ പേരാണ് പിശാച്. പിശാച് പല തന്ത്രങ്ങൾ എടുത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ആരാധനാ ജീവിതത്തെയും ഒക്കെയും ആമേൻ തകർത്ത് കളയുവാൻ തക്കവണ്ണം പിശാച് തന്ത്രങ്ങൾ എടുക്കുകയാണ്. സ്തോത്രം. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പിശാച് പെട്ടെന്ന് ഒരു ബുൾഡോസർ പോലെ വന്ന് പെട്ടെന്ന് എല്ലാം കൂടെ ഇടിച്ച് തകർത്ത് കളയുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ അകത്തുള്ള ആത്മീയ മനുഷ്യനെ ഒരു ക്യാൻസർ കയറി പിടിക്കുന്നത് പോലെ പതുക്കെ 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 നമ്മളിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അത് എടുത്ത് മാറ്റി 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 അവസാനം നമ്മളെ ഒരു ജഡിക മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. എന്ന് പറഞ്ഞാൽ സാത്താൻ വലിയ ഒരു മേഖല നമ്മുടെ മേൽ തുരന്ന് നമ്മളെ തകർക്കുക എന്നുള്ളതല്ല. ആമേൻ സ്തോത്രം. നമ്മളിൽ ചില ആമേൻ സ്തോത്രം ദൈവിക പ്രവർത്തനത്തിന് വിരോധമായി ചില തലങ്ങൾ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മളെ ഒരു ക്യാൻസർ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കാർന്നു തിന്നുന്നത് പോലെ അവസാനം ഒരു ആത്മീയ മനുഷ്യന്റെ മരണത്തിലേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഈ രാത്രികാലം മനസ്സിലാക്കണം, എനിക്കും നിനക്കും നമുക്ക് ഓരോരുത്തർക്കും ശക്തമായ ഒരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നമുക്ക് ഒരു ശത്രുവിന്റെ പദ്ധതികൾ നമ്മൾ അറിയാതെ നമ്മുടെ അകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം.
ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന് 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു. 21 days ഫാസ്റ്റിംഗ് കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ ആമേൻ സ്തോത്രം കൊല്ലക്കടവിൽ വെച്ച് പത്തനാപുരത്ത് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നു. സ്തോത്രം. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്ന പൈശാചിക തലത്തെ ആമേൻ സ്തോത്രം തകർക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. നിനക്ക് വിരോധമായി ചില ആയുധങ്ങളുണ്ട്, ആയുധ പുലകളുണ്ട്. അതിനെ തകർക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ദൈവം കൊണ്ട് എത്തിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, മോശ ദൈവശബ്ദം കേട്ട ഭക്തനാണ്, നേരിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചതാ. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം മോശയോട് പറഞ്ഞത്, ആമേൻ നിന്റെ ബിസി ലൈഫ് മാറ്റിവെച്ചിട്ട് ആമേൻ എന്റെ അടുക്കൽ വന്ന് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ 40 ദിനരാത്രങ്ങൾ എന്നോടുകൂടെ ഇരിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. സ്തോത്രം. നാം 21 ദിവസവും 40 ദിവസവും ഒക്കെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ സ്പെഷ്യലായ ചില മെസ്സേജ് നമുക്ക് നൽകി തരാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മനസ്സിലായോ? അത് ഉപവാസത്തിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഉപവാസം എന്ന് പറയുന്നത് ശക്തി സംഭരിക്കുവാനുള്ള ദൈവിക സ്രോതസ്സാണ്. ദൈവശക്തി സംഭരിക്കാനുള്ള ദൈവത്തിന്റെ സ്രോതസ്സാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാ വിളിച്ചു പറയുക, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിനക്ക് വിരോധമായി ചില ആയുധങ്ങളുണ്ട്, ചില ആയുധ പുരകളുണ്ട്. പക്ഷേ അത് നിന്റെ ലൈഫിൽ ഫലിക്കത്തില്ല. ഇന്ന് രാത്രി കാലം ബീന അജയോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാ, നിനക്ക് വിരോധമായി പിശാച് ചില ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആമേൻ. ആയുധ പുലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, സിസ്റ്ററെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കത്തില്ല. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഞാനും നീയും ഒരു തീക്കകത്താണ് ഇരിക്കുന്നതെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആ തീക്കകത്തേക്ക് വരുന്നവൻ ആമേൻ കത്തി ചാമ്പലായി മാറും. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഞാനും നിങ്ങളും ഒരു തീക്കകത്താണായിരിക്കുന്നത്. പരിശുദ്ധാത്മ സിസ്റ്ററെ പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. പരിശുദ്ധാത്മ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഇത് സ്വയമേ കയറി വന്നതല്ല ഈ ആയുധം, മറിച്ച് എനിക്കും നിങ്ങൾക്കും എതിരായി ചില ആയുധങ്ങൾ ഉണ്ടാക്കുകയാ. ആരാണ് ഉണ്ടാക്കുന്നത്? അത് പിശാചാണ് ഉണ്ടാക്കുന്നത്, അത് സാത്താനാണ് ഉണ്ടാക്കുന്നത്, അത് അന്ധകാര ശക്തിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ലെവലിൽ നീ മുന്നോട്ട് പോയാൽ അനവധി ഭൂതങ്ങൾ പുറത്താകും, അനവധി രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. കേരളത്തിൽ വലിയൊരു അഗ്നി കൊല്ലം ജില്ലയിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള കാര്യം പിശാചിനറിയാം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാ പിശാച് നമ്മുടെ മുമ്പിൽ ചില പ്ലാനുകൾ കൊണ്ടുവച്ച് അതിനകത്ത് ചില നമ്മളെ കയറ്റുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന ശക്തമായ ഒരു കുറിവാക്യമാണ്. ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാ. രാത്രിക്കാലം മനസ്സിലായിക്കോ. സ്തോത്രം. സ്വയം ഉളവായി വരുന്നതല്ല കേട്ടോ. ആമേൻ. സ്തോത്രം. ഉണ്ടാക്കുന്നതാണ്. ആമേൻ. ആരാണ് ഉണ്ടാക്കുന്നത്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അത് ശത്രുവാണ് ഉണ്ടാക്കുന്നത്. അവന്റെ ആമേൻ സ്തോത്രം പദ്ധതികൾ നടക്കാതിരിക്കാൻ വേണ്ടി, അവന്റെ പ്ലാനുകൾ നടക്കാതിരിക്കാൻ വേണ്ടി, ശത്രുവിന്റെ പദ്ധതികൾ ആമേൻ സ്തോത്രം തകരാതിരിക്കാൻ വേണ്ടി അവൻ ഉണ്ടാക്കുന്ന ചില പദ്ധതികൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവം പൊട്ടിക്കുകയാണ്. രാത്രികാലം ചില കാറ്റുകൾ മാറി വീശാൻ പോവുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ഇന്ന് രാത്രികാലം പിശാചിന്റെ ഡേറ്റ് അവസാനിക്കുകയാ കേട്ടോ. ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ചില വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുക. ചിലരുടെ കൈക്ക് പിടിച്ച് ദൈവം നടത്തുന്നത് പോലെ, ചിലരുടെ കരങ്ങളിൽ ദൈവം പിടിച്ച് നടത്തുന്നത് പോലെ അസാധാരണമായ ദൈവപ്രവർത്തി നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്.
ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. രാത്രികാലം ഹല്ലേലൂയ. ചിലതിൽ തകരുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു, ചിലത് ഇല്ലാതെയാകുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. മനസ്സിലായി? ഹല്ലേലൂയ. നീ ഉണർന്നാൽ ചിലർക്ക് കേടാ, നീ ഉണർന്നാൽ ചിലരുടെ പദ്ധതി നടക്കത്തില്ല. അതുകൊണ്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില പ്ലാനുകൾ ഇന്ന് രാത്രികാലം ദൈവം തകർക്കാൻ പോകുക. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ആത്മാവിന്റെ നിയോഗത്തോടെ ഒരു ദൂത് വിളിച്ചു പറയുകയാ. ആമേൻ. ഹല്ലേലൂയ. നീ ഉണരരുത്, നീ തളരണം, നീ ക്ഷീണിക്കണം, നിന്റെ പ്രാർത്ഥനയിൽ നീ പുറകോട്ട് പോകണം. ഇത് പിശാചിന്റെ ഹിഡൻ അജണ്ടയാ, പിശാചിന്റെ ചില രഹസ്യ പദ്ധതിയാ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആ രഹസ്യ പദ്ധതിയെ പൊളിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. അടുത്തത്, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ളവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നമ്മുടെ മേൽ കർത്താവിന് വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുക. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13-ാമത്തെ വാക്യം 54-13. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അടുത്ത വാക്യം, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. അടുത്തത്, നീ പീഡകനോട് അകന്നിരിക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. അടുത്തത്, ഭയപ്പെടുവാനില്ലല്ലോ. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഭയപ്പെടുന്ന ചില വിഷയങ്ങളെ നോക്കിയിട്ട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രികാലം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം കരങ്ങളെ അടിച്ച് അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന സ്തോത്രം. ആമേൻ. പിശാചിന്റെ പദ്ധതികളെ പൊളിക്കാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചന വിളിച്ചു പറയുക. എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ആമേൻ. നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, ഭീഷണിയോട് അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരത്തില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത് നിന്നോടുള്ള ദൂതാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലത് നിന്നോട് അടുത്തു വരത്തില്ല. പറഞ്ഞാട്ടെ, ചിലത് എന്നോട് അടുത്തു വരത്തില്ല. ആമേൻ. ചിലത് എന്റെ തലമുറയോട്, എന്റെ കുടുംബത്തോട് അടുത്തു വരത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവം ചിലതിന് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുക, ദൈവം ചിലതിനെ നിർത്തൽ ചെയ്യാൻ ആഗ്രഹിക്കുക. അടുത്ത വാക്യത്തിൽ വായിക്കും, ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. സ്തോത്രം ചെയ്താട്ടെ. അവൻ നിന്റെ നിമിത്തം. യെസ്, ഇന്ന് രാത്രികാലം ചിലതിനെ വീഴ്ത്തുന്ന ദൈവമാണ് കേട്ടോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു. എങ്കിൽ ഇവിടെ വായിക്കുന്നു, സ്തോത്രം, ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. സ്തോത്രം. ഇന്ന് രാത്രികാലം ഭയം മാറട്ടെ, വേദനകൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുത്താൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രികാലം ഇതിനകത്ത് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് വിളിച്ചു പറയാൻ ചില പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, നാച്ചുറലായിട്ട് ഇതിനകത്ത് നിങ്ങൾ കയറിയതല്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അറിയാതെ ഈ ലിങ്കിലൊന്ന് തൊട്ടപ്പോൾ കയറിയതല്ല, മറിച്ചോ ആമേൻ സ്തോത്രം, നിന്റെ മേൽ ഒരു അനോയിന്റിംഗ് പകരുവാൻ, നിന്റെ മേൽ ഒരു അഭിഷേകം പകരുവാൻ, നിന്നെ ഒന്ന് ഉണർത്തുവാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലം ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. രാത്രികാലം ഞാനൊരു ദൂത് വിളിച്ചു പറയുക, ഒരു വീടിനകത്ത് ഒരു സഹോദരനോ സഹോദരിയോ ഉണർന്നാൽ ആ കുടുംബം മൊത്തം ഉണരും.
സ്തോത്രം. അടുത്ത ദൂതിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഒരു സഭയിൽ ഒരു പാസ്റ്റർ ഉണർന്നാൽ ആ ദേശം മൊത്തം ഉണരും. ആമേൻ പറഞ്ഞാട്ടെ. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഒരു ദൈവദാസൻ ഒരു സഭയിൽ തളർന്നാൽ ആ ദേശം മൊത്തം തളരുകയാ. ഇന്ന് രാത്രികാലം ആമേൻ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മിനിസ്ട്രി വലിയതാണെങ്കിൽ ആമേൻ, അതിശക്തമായ വെല്ലുവിളികളാണ് ആ മിനിസ്ട്രിക്കെതിരെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ, ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഉടാരമാനക ശബാലബല പൗഡപരാജന ഉടാരമനകടക ശാന്തല ദീപ പ്രൗഢകരാജനസ്യ. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ആരെങ്കിലും കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം ആമേൻ വീഴും. സ്തോത്രം. അടുത്ത വാക്യം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെരമ്യാവ് 1:17. ആമേൻ. സ്തോത്രം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ഞാൻ നിന്നെ അവരുടെ മുൻപിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ടു ഭ്രമിച്ചു പോകരുത്. ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് ഇവിടെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ശക്തമായ ഒരു പ്രവചന ശബ്ദമാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ അരകെട്ടി ഒരുക്കത്തെ കാണിക്കുകയാണ്. എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ജനത്തോട് പറയുക, മൂടി വെക്കരുത്. അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നല്ല നമ്മുടെ വിഷയം. നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറായ ഇന്ന് രാത്രികാലം തകരുമെന്ന് ആത്മാവ് ദൂതി വിളിച്ചു പറയാ. ചില പൈശാചിക അടിസ്ഥാനങ്ങൾ ഇന്ന് രാത്രികാലം തകരും. ആമേൻ. സ്തോത്രം. ബിജോയി ജമ്മു ആൻഡ് കാശ്മീർ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ. 2025 അവസാനിക്കുന്നതിന് മുമ്പ് ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, 2 നിലവാരത്തിൽ ആമേൻ ശത്രു ഒതുക്കിക്കളയാൻ പദ്ധതിയിട്ട മണ്ഡലങ്ങൾ 2024-25 വർഷങ്ങൾ ഒതുക്കിക്കളയാൻ ചില മണ്ഡലങ്ങള് ഈ ദിവസങ്ങൾ ദൈവം അതിനെ സ്റ്റോപ്പ് ചെയ്ത് ആമേൻ സ്തോത്രം ഒരു കൊടുമുടിയിൽ നിർത്തുന്നത് പോലെ ഈ ദിവസങ്ങൾ ദൈവം ചിലത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. 2 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആമേൻ ആ 2 വിഷയത്തിനും ദൈവം മറുപടി നൽകി തന്നിരിക്കും. ചൂടാവാല പൗഡമനാജന ദുടാരഘടകസ്യ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, 7 ദിവസം ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ശത്രുവിന്റെ ചില അടിത്തറകൾ തകരും കേട്ടോ. പിശാചിന്റെ ചില അടിസ്ഥാനങ്ങൾ തകരും. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ബിന്ദു ബൈച്ചു ഇന്ന് രാത്രികാലം കണ്ണുനീര് തോരാൻ സമയമായി. നിലവിളിയുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ചിലത് ആമേൻ ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരു മുറിയുടെ മൂലക്കകത്ത് ആമേൻ ഒരു വള്ളി കൊണ്ട് വലിഞ്ഞു മുറയ്ക്ക് ആമേൻ ഒതുക്കി കെട്ടിക്കളയാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ അടിവേരുകളെ, തായ്വേരുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം പൊട്ടിക്കാൻ പോകുക. കരങ്ങളെ തട്ടി ദൈവസന്നിധിയിൽ ആരാധിച്ചോ. ഇന്ന് രാത്രികാലം പരിശുദ്ധ ഗ്യാരണ്ടി തരിക സിസ്റ്ററെ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആമേൻ സ്തോത്രം, നിന്നെ വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചേക്കുന്ന മുറിയുടെ മൂലക്കകത്ത് വലിഞ്ഞു മുറുക്കി വെച്ചേക്കുന്ന പിശാചിന്റെ ചില തായ്വേരുകളെ ദൈവം അറുത്ത് മുറിക്കുമെന്ന് ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു. ദൂതേറ്റെടുത്ത് ആരാധിച്ചാട്ടെ. ദൂതേറ്റെടുത്ത് ദൈവസ്ഥനിൽ ആരാധിച്ചാട്ടെ. രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് ഈ സൂം മീറ്റിംഗില്, ഈ വെർച്വൽ പ്ലാറ്റ്ഫോമില് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങുകയാ. ദൈവത്തിന്റെ അഭിഷേകത്തിന് പവർ ഇറങ്ങുകയാ. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഇതിനകത്ത് ശുശ്രൂഷിച്ചപ്പോൾ രോഗികൾ സൗഖ്യമാണ് ഞാൻ കണ്ടതാ. ചില പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ചു പറയാണ്, സ്തോത്രം, തകർന്നു കിടന്ന എന്റെ കുടുംബ ജീവിതത്തെ ദൈവം യോജിപ്പിച്ചു. ആമേൻ സ്തോത്രം. ചില പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറുന്നത് ആമേൻ സ്തോത്രം അവിടെ ശരീരത്തിൽ വെളിപ്പെട്ടെങ്കിൽ ചില ഹാർട്ട് പേഷ്യന്റുകൾ ആമേൻ സൗഖ്യമായെന്ന്, ആമേൻ സ്തോത്രം ചില ട്യൂമറുകൾ അപ്രത്യക്ഷമായെന്ന് എന്നെ വിളിച്ചു പറയുക. എനിക്ക് മെസ്സേജ് ഇട്ടുന്നവാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് ആമേൻ സ്തോത്രം, ഇത് ദൈവത്തിന്റെ ആലോചനയാ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ.
ഇതിനെ പൂട്ടാൻ പലരും എഴുന്നേറ്റു, ഇതിനെ തകർക്കാൻ പലരും എഴുന്നേറ്റു. എഴുന്നേറ്റവർ തകർന്നു, പൂട്ടാൻ നോക്കിയവർ പൂട്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇത് നിന്റെ മീറ്റിംഗ് അല്ല, ഇത് നിന്റെ മിനിസ്ട്രി അല്ല. ആമേൻ സ്തോത്രം. നിന്നെ അന്ധകാരത്തുനിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ മിനിസ്ട്രിയാ. ചൂടാറാബാരക ശബാരബല ബൗഡവരാജന ഉടരമനക നിരകടക ശാന്തല ദീതൽ പ്രൗഢകരാജന. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മോശയുടെ കരത്തിലിരുന്ന വടിയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ വടിയായപ്പോൾ മിറക്കിൾ നടന്നേ. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചിലരോട് ദൈവാത്മാവ് ദൂതി വിളിച്ചു പറയാ, നിന്റെ കയ്യിലുള്ള ആയുധം ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ, അത് ദൈവത്തിന്റെ ആയുധമായി മാറിയാൽ ദൈവം നിനക്ക് വേണ്ടി ചില മിറക്കിൾ ചെയ്യും. മനസ്സിലായോ? ചിലത് ഇന്ന് രാത്രികാലം അഴിയുകയാ. നിന്റെ കയ്യിലുള്ള വടി നീ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് മിറക്കൽ നടക്കില്ല. ആമേൻ. നിന്റെ കയ്യിലുള്ള വടി നീ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്താൽ അത് മിറക്കൽ വരുവാൻ ഇടയായിത്തീരും. ആവിചാര മണ്ഡലങ്ങൾ തകരും, പൈശാചിക മണ്ഡലങ്ങൾ തകരും, നേർച്ച കാഴ്ചകൾ തകരും, അന്ധകാര ശക്തിയുടെ കോട്ടകൾ തകരും. അങ്ങനെയെങ്കിൽ ഇത് എന്റെ വടിയല്ല, എന്റെ മിനിസ്ട്രിയല്ല, ഇത് ദൈവത്തിന്റെ മിനിസ്ട്രിയാ, ഇത് ദൈവം തന്ന വടിയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തക്കവണ്ണം തയ്യാറായാൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്താനിടയായിത്തീരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒത്തിരി സ്ഥലത്തൊക്കെ ഈ ഓഫ്ലൈൻ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ പത്തനാപുരത്ത് ആമേൻ സ്തോത്രം ഹോളിൽ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം, ഞാനവിടെ ആമേൻ സ്തോത്രം മീറ്റിങ്ങിനായിട്ട് ഞാൻ കടന്നു വന്നു. ആമേൻ. ഞാനിങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ സ്തോത്രം, ഹല്ലേലൂയ, ഈ സഹോദരങ്ങള് ആമേൻ സ്തോത്രം ഇടയ്ക്ക് ചായയും വെള്ളവും ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. സ്തോത്രം. എന്റെ ജീവിതം ആദ്യം ഒരു എക്സ്പീരിയൻസാ. കാരണം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹൂരും അഹരോനും ചെയ്തതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൈത്താങ്ങൾ നൽകി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഐക്യതയോടെയുള്ള ഒരു മീറ്റിംഗ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ടു ദൂത് പറയുമ്പോൾ ആളുകൾ ചാടി എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. കൈവെക്കാതെ തന്നെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അശുദ്ധാത്മാക്കൾ ഇളകി മാറുകയാണ്. ഭയങ്കര മിനിസ്ട്രിയാണ് ദൈവം അവിടെ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ധാരാളം അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഈ വടി ദൈവത്തിന്റെ വടിയായി മാറുമ്പോൾ ദൈവം ചിലത് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെയ്തത് റോയ്പാസ് അല്ല ചെയ്തത്, അവിടെ ചെയ്തത് ദൈവത്തിന്റെ വടിയായി ഞാൻ മാറിയപ്പോൾ ദൈവം അത് ചെയ്യുവാനിടയായി തീർന്നു. ചിലർ കൈവെച്ചപ്പോൾ വീണു. ആമേൻ സ്തോത്രം. ചിലർ കൈവെക്കാതെ തന്നെ വീണു. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ കൈ ചൂണ്ടിയപ്പോൾ സ്തോത്രം ആമേൻ സ്തോത്രം ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് കാണാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ സ്തോത്രം. അവരെയൊക്കെ ആമേൻ സ്തോത്രം കെയർ ചെയ്യുവാനായിട്ട് സഹോദരിമാരെ കെയർ ചെയ്യാൻ സഹോദരിമാരും, സഹോദരന്മാരെ കെയർ ചെയ്യാൻ സഹോദരന്മാരും നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധാരണമായ മിറക്കൽ ദൈവം അവിടെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 2026 ഫസ്റ്റ് സൺഡേയിൽ സാറ്റർഡേയിൽ അവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുക. ഞാൻ വിശ്വസിക്കുന്നു അവിടെ തീ ഇറങ്ങും, അവിടെ മിറക്കൽ ദൈവം ചെയ്യും. 2026 വലിയൊരു ജ്വാല അവിടെ കത്തും. ആമേൻ. ബാബാ രമന കല്ലും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പത്തനാപുരത്ത് സ്വർഗത്തിലെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തില് രാത്രികാലം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾ കണ്ടത്, ആമേൻ, ഞങ്ങൾ കേട്ടത്, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ പത്തനാപുരത്ത് ആ ടൗണില് സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇതിനകത്ത് ജോയിൻ ചെയ്ത ചിലരുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് നമ്മുടെ പേരിനല്ല, നമ്മുടെ പ്രശസ്തിക്കല്ല, മറിച്ച് പിശാചിന്റെ സാമ്രാജ്യത്തെ ശൂന്യമാക്കാൻ വേണ്ടിയാ. മനസ്സിലായവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്തിനാ വില കൊടുത്ത് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്? രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 ഹവേഴ്സ് 12 ഹവേഴ്സ് അവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതില്ല. പിശാചിന്റെ സാമ്രാജ്യം ശൂന്യമാകാനാ. രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നമ്മൾ ഈ ദിവസങ്ങൾ മാനുഷിക ശബ്ദം കേട്ടാൽ തകരും, തളർന്നു പോകും. പക്ഷെ ദൈവ ശബ്ദം കേൾക്കുന്നവൻ തളരത്തില്ല.
ചൂടബാല ബൗഡമനാജന ഹത്തുര ജഗരെ അടകര ചുട റമ നഗസ്യ അസ്തുര ബൗഡെ രിബന ജുഡാരഗസ്യ. പ്രാർത്ഥിച്ചോ കേട്ടോ. ചിലരോടൊക്കെ പ്രവചനാത്മാവിൽ രാത്രികാലം ദൈവാത്മാവ് ദൂത് പറയും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചു. അവൻ നിങ്ങൾ ചിന്തിക്കാത്ത അടുത്ത ലെവലിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുവാൻ ഇടയായി തരും. ചൂടാ റമ നഗതിരഘടകസ്യ അസ്തുര ജഗനെ ചുടാ റമ നഗടകസ്യ. ആമേൻ. സ്തോത്രം. 1:17 വായിക്കുകയാണ്, ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകും. എന്താണ് അതിനർത്ഥം? ശത്രുവിനെ കാണുമ്പോൾ നമ്മളെ മുട്ടാടല്ലേ, പിശാചിനെ കാണുമ്പോൾ അവൻ പേടിക്കല്ലെന്ന്. കാരണം എന്നാന്നറിയാമോ? ആമേൻ. സ്തോത്രം. നമ്മെ അവൻ കാണുമ്പോൾ പേടിക്കുകയാ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദത്തിൽ മാത്രമല്ല അനോയിന്റിങ് ഇരിക്കുന്നത്, നമ്മുടെ പ്രസൻസിൽ അനോയിന്റിങ് ഉണ്ട്. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പിടികിട്ടിയോ? നമ്മുടെ ശബ്ദത്തിൽ മാത്രമല്ല അനോയിന്റിങ് ഇരിക്കുന്നത്, നമ്മുടെ പ്രസൻസിൽ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആ പ്രസൻസിൽ ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം ബിജു തോമസ് ഇന്ന് രാത്രികാലം ശക്തമായ അഭിഷേകം ഏലിയാവിന്റെ പിറകെ എലീശ നടന്നപ്പോൾ തന്റെ മേൽ അഭിഷേകത്തിന് ശക്തമായ ഒരു പുതപ്പ് വീണതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. 2025 വിരാമം കുറിക്കുന്നതിന് മുമ്പ് നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴും. ഉടവരകട ശാന്തല ദീപ പ്രൗഢകരാജസ്യ. ഹല്ലേലൂയ. 3 തലങ്ങളിൽ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാ പറയുന്നു. ഏതൊക്കെയാണ്? 1 ശാരീരിക തലങ്ങളിൽ, 2 ഭൗതിക തലങ്ങളിൽ, 3 ആത്മീയ തലങ്ങളിൽ. ഒന്നുകൂടെ പറയാം. ദൈവാത്മാവിനെ വ്യക്തമായി കാണിച്ചു. 1 ശാരീരിക തലങ്ങളിൽ, 2 ഭൗതിക തലങ്ങളിൽ, 3 ആത്മീക തലങ്ങളിൽ. 2025 വിരാമം കുറിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം അത് തന്നിരിക്കും. കുഞ്ഞെ, നീ പലപ്പോഴും ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, നീ എന്നെ മറന്നോ? നീ എന്നെ കൈവിട്ടോ? എന്നോട് പറഞ്ഞ ദൂതുകൾ എന്തേ നടക്കാത്തത്? പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, ആമേൻ കുഞ്ഞെ, ദൈവം നിന്നെ മറന്നിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ ചേർത്ത് പിടിക്കുകയാ. ചൂടവാല പൗഡമനാജന ഹത്തുര ജഗരേ ജുഡാരഘടകസ്യ വൈഡകരാജന ഹത്തുര റീബൽ പ്രൗഢകരാജന അടകര ജുഡേരി പൗഡകരാജസ്യ. ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ഇന്ന് രാത്രികാലം കർത്താവ് നമ്മൾ ഒരുക്കുകയാ. നീ പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണെങ്കിൽ ആമേൻ. സ്തോത്രം. നിനക്കൊരു വിടുതലുണ്ട്. നീ ആരാധിക്കുന്ന കുഞ്ഞാണെങ്കിൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുകയാ. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഇത് തന്നെയല്ലേ യോശുവയോട് ദൈവം പറഞ്ഞത്? ആമേൻ. സ്തോത്രം. ആകയാൽ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. അത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന 18ാമത്തെ വാക്യം വായിച്ചാട്ടെ. 18. യെസ്. ഞാൻ ഇന്ന് തന്നെ 18ാമത്തെ വാക്യം. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിന്റെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പുതൂണും താമ്രവാതിലുകളുമാക്കിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ വായിക്കുകയാണ്, ഉറപ്പുള്ള പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാത്രികാലം മിനി മാത്യു ആന്റിയോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, ഞാൻ നിന്നെ ഉറപ്പുള്ളവളാക്കി മാറ്റിയൊക്കെയാണ്. ഞാൻ നിന്നെ ഒരു പട്ടണമാക്കിയിരിക്കുക. ആമേൻ. സ്തോത്രം. താമ്രമതിലാക്കിയിരിക്കുക. ഇന്ന് രാത്രികാലം മിനി മാത്യു ആന്റിയോട് പറയുന്നു, അനവധി ദൈവദാസന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, അനവധി ദൈവജനത്തിന്റെ നന്മ അനുഭവിപ്പാൻ വേണ്ടി സ്വർഗം കണ്ടിരിക്കുകയാ. വൈഡാരകനെ ചുടാരമ നഗതിരഘടകസ്യ വൈഡേരകനെ ചുടാരഘടകസ്യ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ പറയുന്നു, ഈ നാളുകളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 2026 അതിശക്തമായൊരു മറുപടി ഉണ്ട്. ദൈവാത്മ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ എഴുതി വെച്ച് 4 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 4 വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ 3 വിഷയത്തിന് ദൈവം മറുപടി നൽകി തന്നു. ഒരെണ്ണം ദൈവം പെൻഡിങ്ങിൽ വെച്ചേക്കുക. അതിനെ ഓർത്ത് മോളെ നീ ഭാരപ്പെടേണ്ട കേട്ടോ. അതിനെ ഓർത്ത് കർത്താവിന്റെ ദാസി ഭാരപ്പെടേണ്ട. അത് 2026 നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ കൊച്ചുമക്കളോടുള്ള ബന്ധത്തിൽ, നിന്റെ മരുമകളോടുള്ള ബന്ധത്തിൽ ഒരു മറുപടിക്കായി ദൈവം അത് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ആത്മാവ് ശക്തമായി ദൂതി വിളിച്ചു പറയുന്നു. ശക്തമായി
ശക്തമായി കരഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി നൽകി തരും. ലോകം ചോദിക്കും, ആമേൻ സ്വതന്ത്രം. എല്ലാരും പറഞ്ഞില്ലേ നടക്കത്തില്ലെന്ന്, നീ ഇതെങ്ങനെ സാധിപ്പിച്ചെടുത്തു? ആമേൻ സ്വതന്ത്രം. ഹന്നയ്ക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ആലയത്തിൽ കരഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ആലയത്തിൽ ചെന്നപ്പോഴത്തേക്കിന് ഉപദേശി ആമേൻ സ്വതന്ത്രം ഞാൻ വീഞ്ഞു കുടിച്ചവളെന്നാ തെറ്റിദ്ധരിച്ചേ. പക്ഷേ ആമേൻ ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനെ വെളിപ്പാടായിട്ട് കാണിക്കുക. ആമേൻ സ്വത്രം. മിനിമാത്തി ആന്റി ദൈവാത്മാവ് വിളിച്ചു പറയാണ് സ്വത്രം. ആന്റി മനോവ്യസനത്തോടെ ഈ ദിവസങ്ങളിൽ കരയുന്ന വിഷയം ഒരു പാസ്റ്റർക്ക് അറിയത്തില്ല, പ്രവാചകൻ അറിയത്തില്ല, ഹസ്ബൻഡിന് അറിയത്തില്ല, മക്കൾക്കറിയത്തില്ല. ആമേൻ ചില വിഷയങ്ങൾ വെച്ചിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ആ തലയിൽ കൈവച്ച് ദൂത് പറയുന്നത് പോലെ ഒരു പ്രസൻസ് എന്നെ വിളിക്കുകയാണ്. ഇന്ന് രാത്രികാലം അങ്ങനെ തന്നെ ഞാൻ ദൂത് വിളിച്ചു പറയുക. 3 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ സ്വതന്ത്രം. 3 വിഷയത്തിന്മേൽ വിടുതൽ നൽകി തന്നു. ഈ ദിവസങ്ങളിൽ 4ാമത്തെ വിഷയം ഈ നാളുകളിൽ അത് കരങ്ങളിൽ നൽകി തരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. രക്തത്താൽ ജയം ഉടരവാരഘടക ശാന്തല ദിഗക്ഷപാര ബൗഡപരാജന അടകരാജുടരഘടകസ്യ 4 വിഷയം വെച്ച് പ്രാർത്ഥിച്ചില്ലേ? അതിന് 3ലും വിടുതൽ കിട്ടിയില്ലേ? പക്ഷേ സ്വതന്ത്രം പരിശുദ്ധാത്മാ വിളിച്ചു പറയാണ് 2024 ആമേൻ സ്വതന്ത്രം 4ാമത്തെ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതി വിളിച്ചു പറയുക. പലരും ചോദിക്കും കേട്ടോ, നീ ഇതെങ്ങനെ സാധിച്ചു? ആമേൻ എങ്ങനെ സാധിപ്പിച്ചു എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ആമേൻ ഇത് യഹോവയാൽ സാധിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ, ദൈവത്തിന് ഉയർച്ച കൊടുക്കുന്നവൻ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവൻ പുറകോട്ടല്ല കേട്ടോ, മുന്നോട്ട് പോകുമെന്ന് ദൈവാത്മാവ് ദൂതി വിളിച്ചു പറയാം. സ്വന്തം കല്ല് ഉരുട്ടി മാറ്റുന്നത് പോലെ ആമേൻ ചില പ്രതിസന്ധികൾ ജീവിതത്തിന്റെ മേഖലയിൽ നിന്ന് അഴിഞ്ഞു മാറുന്ന ദൈവാത്മാവ് കാണിക്കും. Praise the Lord. Praise the Lord. രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ആമേൻ ഞാൻ നിന്നെ സർവദേശത്തിനും വായിച്ചു യഹൂദ രാജാക്കന്മാർക്കും 1:18 പുരോഹിതന്മാർക്കും ദേശത്തിന്റെ ജനത്തിനും നേരെ ഉറപ്പുള്ള പട്ടണവും ഇരുമ്പ് തൂണും താമ്രവാതിലുകളുമാക്കിയിരിക്കുന്നു. അടുത്ത വാക്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലതാണ്. സ്തോത്രം ചെയ്താല്. അവർ നിന്നോട്, ശത്രു നിന്നോട് ഈ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യും, പക്ഷെ ജയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തത് മനുഷ്യനല്ല, ദൈവമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ആമേൻ സ്വതന്ത്രം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ലതാനും. സ്വതന്ത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പ്രിയ മിനി സിസ്റ്റർ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കർത്താവിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതി വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എസ്തേറിന് വേണ്ടി, മൊർദെഖായിക്ക് വേണ്ടി 120 സംസ്ഥാനങ്ങൾ ചിതറിക്കിടന്ന ആമേൻ സ്വതന്ത്രം യഹൂദ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഈ ദിവസങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂതി വിളിച്ചു പറയുകയാണ്. ഇവിടെ വായിക്കുന്നു, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ലതാനും. സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ അവർ നിന്നോട് യുദ്ധം ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ പരാജയപ്പെടത്തില്ല. ഈ വിശുദ്ധ പുസ്തകം വിജയത്തിന്റെ പുസ്തകമാ. യേശുവിന്റെ നാമം ജയത്തിന്റെ നാമമാ. അങ്ങനെയെങ്കിൽ സകല നാമത്തിന് മേലായ നാമം ഇന്ന് രാത്രിക്കാലം എനിക്കറിയത്തില്ല, ചിലരുടെ മേൽ ചില അനോയിന്റിങ് വ്യാപരിക്കുന്നു, ചില സഹോദരന്മാർ ചില അഭിഷേകം വ്യാപരിക്കുന്നു, ചില ദൈവദാസന്മാർ ചില അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ടു വരിക. നാളിതുവരെ നീ കാണാത്ത ശക്തമായ അഭിഷേകത്തിന്റെ അവൻ ഉറവയാക്കി ദൈവത്തിന് നിന്നെ മാറ്റാൻ പദ്ധതിയുണ്ട്. ദൈവാത്മാവ് ദൂതി വിളിച്ചു പറയുക. മീരാ ഉല്ലാസ്, ഇത് രാത്രികാലം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. വൈകാരകത, ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ക്ലേശങ്ങൾ ഈ ദിവസങ്ങളിൽ അടിഞ്ഞു മാറുമെന്ന് ദൈവാത്മാവ് ദൂതി വിളിച്ചു പറയുക. നിന്റെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ക്ലേശം യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് മാർവൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ അതിമനോഹരമായ നാമത്തിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുക. ശിരസ് മുതൽ ആമേൻ സ്വന്തം പാദം വരെയും പിശാച് കെട്ടിയ ചില കെട്ടുകൾ, ചില പൈശാചിക മണ്ഡലങ്ങൾ, ചില പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവ് അഴിച്ചു മാറ്റുകയാണ്.
രാത്രി കാലം കോമൺ ആയി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ, ചില ശരീരത്തിന് അരയ്ക്ക് കെട്ടിയ ചില കെട്ടുകൾ രാത്രി കാലം കർത്താവ് അഴിച്ചു മാറ്റുകയാ. വൈഡാരകസ്യ, ഇനി നിനക്ക് മുഴങ്കാൽ മടക്കി ആരാധിക്കാൻ കഴിയത്തില്ല, നിന്റെ നടുവിന് വളഞ്ഞു വരത്തില്ല എന്ന് ശത്രു വിധി എഴുത ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം കർത്താവ് അടച്ചു മാറ്റാൻ പോകുകയാ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്കെതിരെ പിശാചി ഒട്ടിച്ച ചില പോസ്റ്ററുകൾ ദൈവം ഈ ദിവസങ്ങളിൽ മാറ്റും. പിശാച് നിനക്കെതിരായിട്ട് കെട്ടിവെച്ചേക്കുന്ന ചില പൈശാചിക തലങ്ങളെ ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റുകയാ. ആമേൻ, സ്തോത്രം. മിനി വിൽസന്റെ ഉദയ്പൂർ രാജസ്ഥാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, 2 തലത്തിൽ ദൈവം മറുപടി നൽകി തന്ന ദൈവത്തിന് ചിലത് മാനിപ്പാൻ ദൈവാത്മാവ് ദൂതി വിളിച്ചു പറയാ. ആമേൻ. ദൈവാത്മാവ് എന്നോട് ആലോചന വിളിച്ചു പറയാ, നിനക്കെതിരെ പിശാച് ഒട്ടിച്ചു വെച്ച ചില പോസ്റ്ററുകൾ ദൈവം മാറ്റുമെന്ന് ആത്മാവ് ശക്തമായി ദൂതി വിളിച്ചു പറയുക. അന്ധകാര ശക്തിയുടെ കോട്ടകൾ തകരാൻ സമയമായി, പൈശാചിക ശക്തിയുടെ വെല്ലുവിളികൾ തകരാൻ സമയമായി. നാളിതുവരെ നീ കണ്ടിട്ടില്ലാത്ത ആത്മതലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. ആമേൻ. ദൂതുണ്ടോ അടങ്ങിയിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, ആലോചനയുണ്ടോ വെറുതെ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രിക്കാലം ചില ദൈവദാസന്മാരോട് ദൂത് ഞാൻ വിളിച്ചു പറയാ, നിന്റെ അകത്തൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ആത്മീയുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു കൃപാവരമുണ്ടെങ്കിൽ, നീ ഒതുങ്ങേണ്ട മേഖലകളിൽ ദൈവം നിന്നെ ഒതുക്കത്തില്ല, നിന്നെ എടുത്തു മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. പ്രസാദ് എബ്രഹാം ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, നാളുകളേറെയായി ആമൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ആമൻ പ്രതിസന്ധികൾ പൊട്ടാൻ സമയമായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോടായിട്ട് ദൂതി വിളിച്ചു പറയാ, നമ്മുടെ അകത്തൊരു തീ ഉണ്ടെങ്കിൽ, നമ്മുടെ അകത്തൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, നമ്മുടെ അകത്തൊരു ദൂതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, ദൈവം നിന്നെ രാജ്യങ്ങൾക്ക് അപ്പുറത്ത് ഉപയോഗിക്കും, സംസ്ഥാനങ്ങൾക്ക് അപ്പുറത്ത് ഉപയോഗിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവിന് വെളിപ്പെടുത്താൻ ദൈവത്തെ ഉദ്ദേശമാണ്. ദൈവാത്മാവ് വിളിച്ചു പറയാ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവരുമായി ചില കണക്ഷൻസ് ദൈവം കൊണ്ടുവരും. ഒന്നിന്റെ പുറകെ നീ പോകണ്ട. ആമേൻ. അവസരങ്ങൾ തേടി നീ പോകണ്ട. എനിക്കൊരു ചാൻസ് തരാമെന്ന് നീ ചോദിക്കണ്ട. നിന്റെ അകത്ത് തീ ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ദൂതുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ആലോചനയുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോകുക. ഇന്ന് രാത്രികാലം നിങ്ങൾക്കറിയാമോ, മോശയുടെ കൂടെ നടന്ന ഒരു ബാല്യക്കാരനുണ്ട്, അവന്റെ പേരാണ് യോശുവ. ആമേൻ. യോശുവയെ കുറിച്ച് എന്താ നമുക്ക് അറിയാവുന്നത്? സൈലന്റ് ആയിട്ട് നിന്ന് യോശുവയുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത് സൈലന്റ് ആയിട്ട് നിന്നതാണ് സ്തോത്രം യോശുവ. യോശുവയുടെ ജീവിതത്തിൽ ഒരിക്കലും കൊതിച്ചില്ല തനിക്ക് സ്തോത്രങ്ങളിലേറിയ മോശയ്ക്ക് ശേഷം ഒരു ലീഡർഷിപ്പിലേക്ക് വരണമെന്ന്. മറിച്ച് ആമേൻ സ്തോത്രം, മോശ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുകയാ, ആമേൻ, നൂന്റെ മകനായ യോശുവേ, നിനക്ക് പകരം ആമേൻ സ്തോത്രം അഭിഷേകം ചെയ്യണമെന്ന്. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കാത്ത സമയത്താണ് ദൈവം നമുക്ക് അനോയിന്റിങ് നൽകി തന്ന ചില രാജ്യങ്ങളുടെ തലസ്ഥാനത്ത് നമ്മുടെ കാലുകൊണ്ട് ദൈവം കുത്തിക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യോശുവ ചിന്തിച്ചില്ല, പക്ഷേ ദൈവം ചിന്തിച്ചു. സ്തോത്രം. ആമേൻ. മോശയ്ക്ക് ശേഷം ആമേൻ സ്തോത്രം ദൈവം തെരഞ്ഞെടുത്തത് യോശുവയാണ്. സ്തോത്രം. 6,60,000 ചില്ലുവാനം വരുന്ന ഇസ്രായേൽ മക്കളെ ആമേൻ സ്തോത്രം വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിക്കുവാൻ, ആമേൻ സ്തോത്രം വാഗ്ദത്ത നാട് ചീട്ടിടുവാൻ ആമേൻ ദൈവം തെരഞ്ഞെടുത്തത് യോശുവയാ. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, അവസരങ്ങൾ നിന്നെ തേടി വരും, അവസരങ്ങൾ നിന്നെ തേടി വരും. ആമേൻ സ്തോത്രം. വാട്സപ്പിലായാലും ആമേൻ സ്തോത്രം ഫോൺ കോൾ ആയാലും അവസരങ്ങൾ നിന്നെ തേടി വരും. എന്നും അടച്ചിട്ട് മുറിക്കകത്തിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ചില നിരാശയുടെ ഭാണ്ഡക്കെട്ടുകൾ ഇന്ന് രാത്രികാലം അഴിയട്ടെ. ചില തളർച്ചയുടെ ഭാണ്ഡക്കെട്ടുകൾ ഇന്ന് രാത്രികാലം അഴിയട്ടെ. ആമേൻ. രാത്രികാലം നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാണ്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ
ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരാമൻ പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, എന്നെ സഹായിപ്പാൻ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഒരാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ വലത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞാട്ടെ, എന്നെ രക്ഷിപ്പാൻ ആമേൻ സ്വതം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്. ലോകത്തിന്റെ കൂടെയില്ല, പ്രാർത്ഥിക്കാത്തവന്റെ കൂടെയില്ല, പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടെ ഉണ്ട് എന്ന് ആത്മാവ് ശക്തമായി ദൂതി വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ ബീനായി പ്രാർത്ഥിച്ചു. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ചിലരുടെ മേൽ ആമേൻ സ്തോത്രം ഇന്ന് രാത്രികാലം വിശ്വാസി കെട്ടിവെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവ് അഴിച്ചു മാറ്റുകയാ. ഇന്ന് രാത്രികാലം അസാധാരണമായ ഡെലിവറൻസ് ഇതിനകത്ത് കർത്താവ് ചെയ്യുകയാ. ഹോവിക്കായി കാത്തിരിക്കുന്നവർ കീഴോട്ടല്ല പോകുന്നത്, മുകളിലേക്കാ. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. പക്ഷെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ വ്യക്തമായി എടുക്കും. ഞാൻ പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകി തന്നത് ആമേൻ യുദ്ധത്തെ കുറിച്ച് പറയുവാണ്, ഫൈറ്റിങ്ങിനെ കുറിച്ച് പറയുവാനാണ് ദൈവാത്മാവ് കാണിച്ചത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, എവിടെയെല്ലാം നിന്നെ ഒതുക്കുന്നോ അവിടുന്ന് പെട്ടെന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. 12-ന്റെ ആമേൻ സ്തോത്രം 8. ദൂതൻ അവരോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. ഇപ്പോൾ ഇദ്ദേഹം എവിടെയാ കിടക്കുന്നതെന്ന് അറിയാമോ? നമുക്കറിയാമല്ലോ. ആമേൻ സ്തോത്രം ഹെരോദാവിന്റെ ആമേൻ സ്തോത്രം ഏരിയ സ്തോത്രം ജയിലറയ്ക്കകത്ത് കിടക്കുകയാ. പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ഞാൻ പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു, സഭാ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ സ്തോത്രം സഭാവിശ്വാസികളല്ല അവിടെ ഇറങ്ങിയത്, ദൂതൻ ഇറങ്ങി. മനസ്സിലായോ? ഒരു ദൂത് പിടികെട്ടിയവർക്കായി സ്തോത്രം ചെയ്ത പ്രാർത്ഥിച്ചവരല്ല അവിടെ ഇറങ്ങിയേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തന്റെ ദൂതനെ അയച്ചു. സ്തോത്രം ചെയ്താട്ടെ. അല്ലേ, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവര് നിന്റെ കൂടെ കാണത്തില്ല. ആമേൻ. നിന്നെ ബലപ്പെടുത്താമെന്ന് പറഞ്ഞവര് നിന്റെ കൂടെ കാണത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, ദൂതൻ ഇറങ്ങി നിന്നെ വിടുവിക്കാൻ പോകുക. ഒരാമേൻ പറഞ്ഞാട്ടെ. ശക്തമായ ദൈവസ്ഥാനത്തെ ആരാധിച്ചു. മേരിക്കുട്ടി ശമൂവേൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ നീ ആയിരിക്കുന്ന ആത്മതലത്തിൽ ദൂതൻ ഇറങ്ങാൻ പോവുകയാ. മേരിക്കുട്ടി ശമൂവേൽ ദൈവാത്മാവ് ശക്തമായി ദൂതി വിളിച്ചു പറയുക, ചിലത് പാമ്പിന്റെ പടം പൊളിയുന്നത് പോലെ നിനക്ക് വിരോധമായി ശത്രു എഴുതി വെച്ച ചില രേഖകളെ കർത്താവ് പൊളിക്കാൻ പോവുകയാണ്. ആത്മനിറവോടെ ശക്തമായി ആരാധിക്കാതെ ഇതിനകത്ത് ഒരു ആത്മശക്തി വ്യാപരിക്കുക, ഒരു അഭിഷേകത്തിന് പവർ ഇറങ്ങുക, ഇതിനകത്ത് കൃപാവനം ജ്വലിക്കുക, ഇതിനകത്ത് പ്രവചന ശബ്ദം പുറത്തു വരിക, ഇതിനകത്ത് ദൈവിക ദൂതുകൾ വെളിപ്പെട്ടു വരിക. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ചിലത് ചെയ്യാനാകില്ല. ചിലത് അഴിയുന്ന ദൈവാത്മാവ് കാണിക്കുന്നു, ചിലത് വിട്ടുപോകുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ആത്മതലങ്ങൾക്ക് വിരോധമായി, പ്രാർത്ഥനാ തലത്തിന് വിരോധമായി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വ്യക്തിയെ നീ ഉറങ്ങിയിരിക്കുന്ന തലങ്ങള് ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റാൻ പോകുക. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അര വായിച്ചോ 18-ാമത്തെ വാക്യം 12-18. മുറുക്കുക. സ്തോത്രം. ഇന്ന് രാത്രികാലം ഒരു കാര്യം ഓർത്തതാണേ, ഈ ദൂതൻ പറയുന്നത് അനുസരിച്ചാൽ വിടുതല. സ്തോത്രം പറഞ്ഞില്ല. ഇതല്ലോ ദൂതൻ എന്ത് പറഞ്ഞാലും ആമേൻ അത് വിടുതല. ഇന്നലെ കുറച്ചു മുമ്പ് ബീനാജിയുടെ ഒരു സാക്ഷ്യം കേട്ടല്ലോ. പ്രൈസ് ഗോഡ്. അല്ലെ, ദൂതൻ പറഞ്ഞു അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കി ദൂതന്റെ പുറകെ വരാൻ പറഞ്ഞു. ദൂതന്റെ പുറകെ ഇറങ്ങി. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞത് അനുസരിച്ചാൽ വിടുതല. മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ദൂതൻ പറയുന്നത് അനുസരിക്കാനാണ് നമ്മളെ വിളിച്ചത്. ദൂതൻ പറയുന്നത് അനുസരിക്കണം. ദൂതൻ പറയാണ് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടോണം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചത് ദൂതൻ പറയുന്നത് അനുസരിക്കണം. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളോട് ദൂത് പറയുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നാം അനുസരിക്കണം. ആമേൻ. സ്വത്രം. ആമേൻ. സങ്കീർത്തനം 46-9 വായിച്ചു. 46-9.
ഇന്ന് രാത്രികാലം എന്തോ ഒരു വലിയ വിടുതൽ ഇതിനകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു, ഞാൻ നിയോഗത്തോടെ മനസ്സിലാക്കുന്നു. ആമേൻ. സ്തോത്രം. ഞാൻ ഇതുവരെയും ഒരു സൂമിലും കണ്ടിട്ടില്ലാത്ത ചില ഡെലിവറൻസ് ദൈവം ഇതിനകത്ത് ചെയ്യും. സ്തോത്രം ചെയ്താട്ടെ. 46 ഭൂമിയുടെ അറ്റം വരെയും അവൻ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു. സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, സ്തോത്രം, നിനക്ക് വിരോധമായി ശത്രു പ്രഖ്യാപിച്ച ചില യുദ്ധങ്ങളെ ഇന്ന് രാത്രികാലം ദൈവം നിർത്തൽ ചെയ്യും. അജോമോൻ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന, സ്തോത്രം, നിനക്ക് വിരോധമായി ശത്രു വെച്ചിരിക്കുന്ന ചില യുദ്ധങ്ങളെ ഇന്ന് രാത്രികാലം കർത്താവ് നിർത്തൽ ചെയ്യാൻ ആഗ്രഹിക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രേരിയ ദൈവാത്മാവ് പറയുന്നു, സൂക്ഷിച്ച് സ്റ്റെപ്പ് വെച്ചുകൊള്ളുക. ഈ ദിവസങ്ങൾ ദൈവത്തിന് നിന്നെ പുറത്തിറക്കാൻ പദ്ധതിയുണ്ട്. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. നമ്മൾ ചിന്തിക്കും ഇങ്ങനെ, ഈ കോഴി 21 ദിവസം ഈ അടയിരിക്കും ഈ മുട്ടയുടെ മുകളിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കും, എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും ഈ കോഴിയുടെ ചിറകിന്റെ അടിയിലെ ഈ ചൂട് ആമേൻ കിട്ടി എനിക്ക് ആമേൻ സുഖമായിട്ട് ഇരിക്കാമെന്ന് മുട്ട വിചാരിക്കും. പക്ഷെ 20 ദിവസം ഇരുന്നോ കുഴപ്പമില്ല. 21ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യാമോ, ദൈവം നിന്നെ പുറത്തിറക്കും. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് രോഗസൗഖ്യം നൽകുന്നത്, ദൈവം നമുക്ക് വിടുതൽ നൽകി തരുന്നത് ചൂടും പറ്റി ഇരിക്കാനല്ല, മറിച്ച് ആമേൻ സ്തോത്രം, നീ പുറത്തിറങ്ങാൻ വേണ്ടിയാ. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ചില കാലഘട്ടം കഴിയുമ്പോൾ നമ്മളെ പുറത്തിറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം ചെയ്താടെ. ചൂടാരവാരക ശബാലവല പൗഡവരാജസ്യ അസ്തുരാജകനെ ചൂടാരവരഘടക സന്തല ദീപ പ്രൗഢകരാജസ്യ. ഈ 2020 നമുക്കറിയാം ലോക്ക്ഡൌണിന്റെ കാലഘട്ടമാണ്. അപ്പൊ ഈ 2020 സ്തോത്രം ആ സമയത്തൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അബുദാബിയിൽ നിന്ന് ഒരു സഹോദരിയും അമ്മയും കൂടി എന്നെ വിളിച്ചു. അവർക്ക് വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സ്തോത്രം. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രങ്ങളില്ല, അവളിലുള്ള അന്ധകാര ശക്തി അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, സ്തോത്രം, അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ഈ സഹോദരി അങ്ങ് വീണു അവിടെ. സ്തോത്രം. അമ്മ ആദ്യമായിട്ട് അത് കാണുന്നത്. ഇവര് രണ്ടുപേരും വിശ്വാസികളല്ല. അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ പേടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ, എന്റെ മോള് താഴെ വീണു എന്ന് പറഞ്ഞു. താഴെ വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, ദൈവം തന്റെ വിടുതൽ അയക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അബുദാബിയിലാണോ? സ്തോത്രം. ഞാൻ കോട്ടയത്താണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സ്തോത്രം, ഒരു നിയോഗത്തോടെ നിങ്ങളെ തപ്പി ഒരു ദൈവദാസൻ അബുദാബിയിലേക്ക് വരും. സ്തോത്രം. കോവിഡിന്റെ സമയമാണ്, യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. സ്തോത്രം. അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചവരുടെ ഭൂതം വിട്ടുപോയി. സ്തോത്രം. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് അന്വേഷിച്ച് ഈ ദൂത് പറഞ്ഞതുപോലെ ഒരു ദൈവദാസൻ വന്നു. ദൈവദാസൻ വന്നപ്പോഴത്തേക്കിന് അവര് ദൈവദാസനോട് പഠിച്ചു, ഇങ്ങനെ ഒരു ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയമുള്ള കോട്ടയത്തുള്ള ഒരു റോയ് പാസ്റ്റർ ഞങ്ങളോട് ഇങ്ങനെ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ താഴെ വീണു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ അന്വേഷിച്ച ഒരു ദൈവദാസൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അദ്ദേഹത്തോട് പറഞ്ഞു, സ്വത്രം, നിങ്ങളെ എനിക്കറിയത്തില്ല, ദൂത് പറഞ്ഞ പാസ്റ്റർ എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിവിടെ അദ്ദേഹം ഇങ്ങനെ അതിന്റെ തെരുവിക്കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഈ വീട്ടിൽ കയറണമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. കേട്ടോ, മനുഷ്യന് തെറ്റുപറ്റും, പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവിടെ കയറി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ സഹോദരി, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അബുദാബി ഷാരോൺ ചർച്ചിൽ കടന്നുപോയി സ്നാനപ്പെടാനായിട്ട് ദൈവം സഹായിച്ചു. മനസ്സിലായോ? ആ സഹോദരി അഭിഷേകം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, 2 രാജ്യത്തിരുന്നാണ് ഈ ദൂത് കേൾക്കുന്നത്. പക്ഷെ ഇളകാനുള്ളത് ഇളകി വിട്ടുമാറും. ആമേൻ. അഴിയാനുള്ളത് ദൈവം അഴിച്ചു മാറ്റും. ആമേൻ. കാരണം ഇത് ആമേൻ സ്വതന്ത്രില്ല, ദൈവത്തിന്റെ വടിയാണ്, ദൈവത്തിന്റെ മിനിസ്ട്രിയാണ്. എങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചിലത് ചെയ്യുവാനിടയായി തീരും. അവര് നാട്ടിൽ വന്നു. ആമേൻ. സ്തോത്രം.
ആ നാട്ടിൽ വന്നിട്ട് അവര് എന്നെ വിളിച്ചു. ഞാനും എൻ്റെ വൈഫും കുഞ്ഞുങ്ങളെ കൂടെ അവിടെ പോയി പ്രാർത്ഥിപ്പാൻ ഇടയായി. ഒരു പ്രാവശ്യം വരെ നേരിൽ കാണാൻ ഇടയായി തീർന്നു. സ്തോത്രം. അവരിപ്പോൾ വിദേശത്തെ ഏതോ ഒരു വലിയ സമ്പന്ന രാജ്യത്തിൽ അവർ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, സ്തോത്രം, ഹല്ലേലൂയ, അവര് ആമേൻ ഒരു രാജ്യത്തെ കെട്ടപ്പെട്ട് കിടക്കണമെന്ന് പിശാച് പദ്ധതിയിട്ടപ്പോൾ ആമേൻ 2020 ഫോണിലൂടെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവം കെട്ടുപൊട്ടിച്ചപ്പോൾ അവര് സ്വപ്നം കാണാത്ത ഒരു രാജ്യത്തേക്ക്, അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോയി. രാത്രികാലം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ചില തടസ്സങ്ങൾക്ക് പിന്നിൽ ചില പൈശാചിക ബന്ധനമാ. ഇന്ന് രാത്രികാലം അത് അഴിയാൻ പോകുകയാ. ഇന്ന് രാത്രികാലം നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ശത്രു കെട്ടിവെച്ച ചില കെട്ടുകൾ അഴിഞ്ഞു മാറുമ്പോൾ ആമൻ ഇപ്പോഴായിരിക്കുന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു പ്രവിശ്യയിലേക്ക് ദൈവത്തിന് നിന്നെ കൊണ്ടെത്തിച്ച് ചില നന്മ പ്രാപിക്കാൻ ഈ ദിവസങ്ങൾ ദൈവത്തിന് നിന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്. നിരാത്രികാലം ബിൻസി, നിരാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ആവാരം നിനക്കെതിരെ പിശാച് വെച്ച ചില ലേബലുകൾ മാറാൻ പോകുകയാ. നിന്റെ കണ്ണുനീര് അവന്റെ തുരുത്തിയിൽ അവൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് അവന്റെ ജീവപുസ്തകത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ആമൻ 35 യെശയ്യാവ് 35 കാണാതെ പഠിച്ചു. 1-ാമത്തെ വാക്യം, മരുഭൂമി വരണ്ട നിലവും ആനന്ദിക്കും. ഈ ദിവസങ്ങൾ നിന്റെ മുമ്പിൽ ഒരു വരണ്ട നിലം പോലെയാ, മരുഭൂമി പോലെയാ. പക്ഷെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ദൂത് പറഞ്ഞവൻ നിന്റെ കൂടെയുണ്ട് സിസ്റ്ററെ. രാത്രികാലം ബിൻസി, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, സ്തോത്രം, ആമേൻ, സ്തോത്രം. അല്ലേ, സാഹചര്യങ്ങൾക്ക് വിരോധമാ, പ്രശ്നങ്ങൾ നിനക്ക് മുമ്പായി നിൽക്കുകയാ, തല ഉയർത്തി നിൽക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൂതൻ ഇറങ്ങി നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. എന്നോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്ന ദൂത് വെളിപ്പാടായി ദൈവാത്മാവ് കാണിക്കുന്നു. ഡ്രൈ ലാൻഡായി മരുഭൂമി വരണ്ട നിലവ് ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാക്കും. സ്തോത്രം ചെയ്താട്ടെ. അല്ലേ, സാഹചര്യം മാറി. സ്തോത്രം. സിസ്റ്ററെ, നിങ്ങൾക്ക് വിരോധമായി ശത്രു ഒട്ടിച്ചു വെച്ച ചില ലേബലുകൾ ഉണ്ടല്ലോ, ഇന്ന പോലെ ആകത്തുള്ളൂ, ഈ ലെവല് വിട്ട് അപ്പുറത്ത് വരത്തിൽ എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളല്ലേ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ നെറ്റിയിൽ നിങ്ങൾ അറിയാതെ പിശാച് ഒട്ടിച്ചു വെച്ചേക്കുന്ന ചില ലേബലുകൾ ഇന്ന് രാത്രികാലം കർത്താവ് പൊളിക്കാൻ പോകുകയാ. ആത്മനിറവിൽ ആരാധിച്ചോ കേട്ടോ. ദൈവത്തിന്റെ വിടുതലിന്റെ കരം നീട്ടാൻ തയ്യാറായി. ആബാ റബ രഗ സന്തല 4 നിലവാരത്തിൽ ശത്രു ബന്ധിച്ച ചില കെട്ടുകൾ ഈ ദൂതിന്റെ അടിത്തറയിൽ, ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് ദൈവം ഇന്ന് രാത്രികാലം പൊളിക്കുമെന്ന ആത്മാവിൽ ശക്തമായി ദൂത് വിളിച്ചു പറയുക. ശക്തമായി ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ചിലത് ചെയ്യാൻ ഇടയായിത്തീരും. അയൽവക്കത്തുള്ളവർ ചിന്തിക്കുന്നത് പോലെ, സഹവിശ്വാസികൾ ചിന്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചെയ്യത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഇന്ന് രാത്രികാലം ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ബീനായി അബ്രഹാം, ഇന്ന് രാത്രികാലം മാതാവേ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. സ്തോത്രം. ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ആമേൻ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ ദിവസങ്ങളിൽ ദൈവം കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുക. ശബാലബല ബൗഡവരാജന ഉടാരമാനക ദിരഘടക സന്തല ദീത ശബാലബല ഉടാരമാനകതിരഘടകസ്യ. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രികാലം ചില അത്ഭുതങ്ങൾ ചെയ്യുകയാ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, വേദനയുള്ള ഭാഗത്തെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രികാലം കർത്താവ് ഹീൽ ചെയ്യാൻ പോകുക, ദൈവം സൗഖ്യമാക്കാൻ പോകുക, ദൈവം വിടുവിക്കാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. പിടലിയുടെ പിറകിലായി ആമേൻ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ പെയിനുകൾ ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റുകയാ. ഹാർട്ടിന്റെ പെയിനുകൾ ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റുകയാ. അരയുടെ പെയിനുകൾ ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റുകയാ. വൈഡരികന ശരീരത്തിന് വലതു ഭാഗത്തായി ഇടുന്ന ചില പെയിനിന്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റുകയാ. ചിലരിൽ നിന്ന് ചില രോഗശക്തികൾ അഴിഞ്ഞു മാറുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ചില രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുകയാ. ഇന്ന് രാത്രികാലം ചിലർ അനോയിന്റിംഗാൽ നിറയപ്പെടുന്നത്, അഭിഷേകത്താൽ നിറയപ്പെടുന്നത്, ആമേൻ, ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുന്ന ദൈവാത്മാവ് കാണിക്കും. ആമേൻ. 45-ാം സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിച്ചത് സ്തോത്രങ്ങളേരിയ സ്തോത്രം. 46-ാം സങ്കീർത്തനമാണ്. 46-ന്റെ 9-ാമത്തെ വാക്യം, അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. സ്തോത്രം ചെയ്താട്ടെ. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. സ്തോത്രം ചെയ്താട്ടെ.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്വർഗം ഇന്ന് രാത്രികാലം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുക. അവൻ വില്ലൊടിച്ച് കുന്തം കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. ഈ ദിവസങ്ങളിൽ നിനക്കെതിരായിട്ട് നിൽക്കുന്ന ചില രഥങ്ങളും രഥശക്തികളും ഉണ്ട്. അവയെ തീയിലിട്ട് ചുട്ടുകളയും. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ബ്ലെസ്സി സിസ്റ്ററെ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രികാലം ചില അവൻ അസാധാരണമായ പവർ, അസാധാരണമായ ഒരു അനോയിന്റിങ് ഇന്ന് രാത്രികാലം നിന്റെ മേൽ കർത്താവ് പകരുകയാ. ബ്ലെസ്സി സിസ്റ്റർ ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ചു. ചിലത് മാറുന്ന ദൈവാത്മാവ് കാണിക്കുന്നു, ചില പീഡകൾ മാറുന്ന ദൈവാത്മാവ് കാണിക്കുന്നു, ചില വേദനകൾ മാറുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി നിന്റെ ആത്മ, ശാരീരിക, മാനസിക, ബുദ്ധി മണ്ഡലങ്ങൾ വിരോധമായി വെല്ലുവിളിക്കുന്ന പൈശാചിക തലങ്ങളെ ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റുകയാണ്. ആമേൻ, സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രിൻസ് ദോഹ രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. വൈഡേരികനെ ചുടപരഘടകസ്യ അസ്തരാജകനെ ചുടാരഘടകസ്യ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കേട്ടോ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. റീന ഫിലിപ്പ് രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ വിടുതലുണ്ട്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നിലവിളിക്കുന്ന വിഷയത്തിന്മേൽ അസാധാരണമായ വിടുതൽ ഇന്ന് രാത്രികാലം കർത്താവ് ചെയ്യുകയാ. സ്വർഗത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ മേഖലയായി ഇന്ന് രാത്രികാലം വെളിപ്പെടുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിലേക്ക് കീറി മുറിച്ച് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാ. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുകയാ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്ക് വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 20-1. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരുടെ മെയ്യൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. സ്തോത്രം ചെയ്താടെ. ഈ പഴയ നിയമം പഠിക്കുമ്പോ യഹോശാഫാത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ നീതിയോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവശബ്ദമൊക്കെ ചോദിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു രാജാവാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഒരു രാജാവിന്റെ നേരെ യുദ്ധം വന്നപ്പോ ദൈവശബ്ദം ചോദിച്ച 2 രാജാക്കന്മാരിൽ ഒരാളാണ് യഹോശാഫാത്ത്, മറ്റൊരാള് ദാവീദാണ്. ദാവീദിന്റെ ജീവിതത്തിൽ യുദ്ധത്തിന് വന്നപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ പോകണമോ, യുദ്ധത്തിന് ഇറങ്ങണമോ എന്നൊക്കെ ദാവീദ് കൂടെ ദൈവത്തോട് ആലോചന ചോദിക്കും. മറ്റൊരാൾ യഹോശാഫാത്ത്. ആമേൻ. 3 ശക്തികൾ യഹോശാഫാത്തിന് വിരോധമായി വരികയാണ്. മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് വിരോധമായി യുദ്ധത്തിന് വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് വിളിച്ചു പറയാണ്, നാം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ചില ശക്തികൾ, ചില പൈശാചിക തലങ്ങളിൽ ചില ഗ്രൂപ്പ് വർക്കുകൾ നമുക്ക് എതിരായി പൊങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവശബ്ദം ചോദിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തക്കവണ്ണം തയ്യാറായാൽ ഈ 3 ശക്തികളെ കീഴടക്കാനുള്ള അധികാരത്തിന്റെ പവർ നമ്മുടെ മേൽ കർത്താവ് പകരപ്പെടും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്നെ ഡയറക്റ്റ് ആയിട്ട് വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തിയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ആമേൻ സ്വതന്ത്രേ അതിനെ ജയത്തോടെ നിർത്തും. ഒരാമേൻ പറഞ്ഞാട്ടെ. ചൂടാരവാരക ശബാലവന വൗഡവരാജന ഉടാരമാനഘടകസ്യ. ആമേൻ. ഗേസി എബ്രഹാം അടൂർ രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു വരിക. വലിയൊരു സമൂഹം യഹോശാഫാത്തിനെതിരെ വന്നതുപോലെ
ഈ ദിവസങ്ങളിൽ വലിയൊരു സമൂഹം നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരായിട്ട് യുദ്ധത്തിനായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ, നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, നാളിതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ വിടുതൽ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതി വിളിച്ചു പറയുക. ഇന്ന് രാത്രി കാലം ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ജോയിൻ ചെയ്തിരിക്കുന്ന 93 ഡിവൈസുകൾ ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരോട് ദൂതി വിളിച്ചു പറയാണ്, യുദ്ധം ദൈവത്തിനുള്ളതാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ 93 ഡിവൈസിനോടും ഇന്ന് രാത്രികാലം ദൂത് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും ആമേൻ ഹോൾ നൈറ്റ് പ്രയറായി ഇത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഈ ദൂത് എന്നോടുള്ള ദൂതാണ്. ഈ 93 പേരുടെയും പേര് പറയാതെ ആ ഡിവൈസിൽ ജോയിൻ ചെയ്തവരോടുള്ള ദൂതാണ്. ഇന്ന് രാത്രികാലം നിനക്കെതിരെ ആമേ ചില 3 ശക്തികൾ കടന്നു വരുമ്പോൾ നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ഉപവാസം കൊണ്ട്, ആമേ സ്വതന്ത്രയിൽ നിന്റെ നിലവിളി കൊണ്ട്, കരച്ചിൽ കൊണ്ട് നീ അതിനെ കീഴടക്കുമെന്ന് ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു. രാത്രികാലം ഹല്ലേലൂയ, അവൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ശക്തമായ ചില ദൈവപ്രവൃത്തി കർത്താവ് കാണുകയാണ്. ചൂടാബാല ഉടമരാജന ഉടാരമാനക ദിരഘടക ശന്തല ദീദർശബാലബല ഉടരബാല ഗദരഘടകസ്യ. ഹല്ലേലൂയ, ദൈവപ്രവൃത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. എനിക്കറിയത്തില്ല, ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് കർത്താവ് ചെയ്യുക. എന്തോ ദൈവം ഇതിനകത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. വീണ സിസ്റ്റർ, ഇതിനകത്ത് ദൈവം എന്തോ വലിയ മിറക്കൽ ചെയ്തുകൊണ്ടിരിക്കുക. ചില അത്ഭുതങ്ങൾ ഇതിനകത്ത് ചെയ്തിരിക്കുക. നാളിതുവരെ 17 ദിവസങ്ങളായി, 17 ദിനരാത്രങ്ങളായി നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വലിയ മിറക്കൽ ഈ 18-ാം തീയതി, ഈ 18-ാം ദിവസം, ആമേൻ, ഉപവാസ പ്രാർത്ഥന 18-ാമത്തെ ദിവസം ദൈവം അത് ചെയ്യുകയാ. ആമേൻ, ഹല്ലേലൂയ. ഡോക്ടേഴ്സ് വിധി എഴുതി ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ് ആമേൻ നേരെ നിൽക്കത്തുള്ളെന്ന് ആമേൻ ഡോക്ടർ വിധി എഴുതിയപ്പോൾ ഇന്ന് രാത്രികാലം ആമേൻ 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 ഡോക്ടറുടെ വിധി ദൈവം മാറ്റുകയാ. ഇതിനകത്ത് വലിയൊരു അനോയിന്റിങ് വെളിപ്പെട്ട് വരിക. ഇതിനകത്തൊരു അസാധാരണ ദൈവശക്തി ഇടങ്ങി വെളിയുക. ആമേൻ, ചിലരുടെ മേൽ ശരീരത്തിന് ദൈവശക്തി വെളിപ്പെട്ട് വരിക. ചിലർ വലത് കരത്തെ പിശാച് ബന്ധിച്ച് കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രികാലം കർത്താവ് അഴിക്കുകയാ. ദൈവത്തിന്റെ ചില മറക്കൽ ഇതിനകത്ത് ചെയ്യുക. തലമുറയുടെ മേൽ ചില ചലനങ്ങൾ ഉണ്ടാകും. മരണത്തെ മുഖാമുഖമായി കണ്ടവർ ഇതിനകത്തുണ്ട്. ഉടമനഘടകസ്യ കാലുകൾ ബന്ധിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ ഇതിനകത്തുണ്ട്. വൈഡാരകന ചുടാരഘടകസ്യ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ആമേൻ ആ കെട്ടുകളെ അഴിക്കുകയാണ്. നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ വിടുതല. അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതം സംഭവിക്കുന്നു. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ ഉറപ്പ് തരാം, പരിശുദ്ധാത്മ വിളിച്ചു പറയാം. സ്തോത്രം. ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് മുമ്പ് ആമേൻ കൃത്യം 1 മണിക്കൂർക്ക് മുമ്പ് ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. നീ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ഈ സൂമിനകത്ത് നീ കാണും. വൈദാറമാന, ഞാനത് വിശ്വസിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞ ദൂതാണ്, ദൈവം എന്നോട് പറഞ്ഞ ആലോചനയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചിലത് നിന്റെ ജീവിതത്തിൽ ചില പൊളിച്ചെഴുതാൻ ആഗ്രഹിക്കുക. വൈഡാരകന വിദേശത്ത് നിന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്ത ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതി വിളിച്ചു പറയാം, സ്വർഗം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആമേ ചില രാജ്യത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ, ചില കടഭാരങ്ങൾ, ചില ലോൺ എടുത്ത്, ചില പ്രതിസന്ധിയുടെ മധ്യത്തിലാ നീ എവിടെ ആയിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ നേരോടെ വിദേശത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. രാത്രികാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും. യഹോശാവ് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. യഹൂദയിൽ ആമേൻ, സ്തോത്രം, ഒക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. നമുക്ക് യഹോശാഫാത്തിനോട് ചോദിക്കാം, യഹോശാഫാത്തെ ഇതെന്നെ പരിപാടിയായി കാണിച്ചേ. കാരണം സാധാരണ ആമേൻ, സ്തോത്രം, യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? സൈന്യത്തിന് അധിപന്മാരെ എല്ലാം വിളിച്ച് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആമേൻ പടയാളികളെല്ലാം ഇറക്കിയ സാധാരണ രാജാവ് ചെയ്യേണ്ടത്. പക്ഷേ ഇദ്ദേഹം ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് അറിയാം ആമേൻ വിതിൻ സെക്കൻഡിലാണ് ശത്രു വരുന്നേ. സ്തോത്രം. പക്ഷെ ഇവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വരണം, കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങണം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിനക്ക് നൽകി തന്നിരിക്കുന്ന ഭൂമിയുടെ അതിരിനെ കെട്ടിബന്ധിച്ച ചില കെട്ടുകളെ ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ അഴിയുമെന്ന് ദൈവാത്മാവ് ദൂതി വിളിച്ചു പറയാ. മനസ്സിലായവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഇവിടെ വായിക്കുകയാണ്, യഹോശാഫാത്ത് ഭയപ്പെട്ടു.
യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ആമേൻ. ഇന്ന് രാത്രികാലം ചിലരോടായിട്ട് ദൈവാത്മാവ് ശക്തമായി ദൂതി വിളിച്ചു പറയാണ്, സ്തോത്രം, ഈ ഉപവാസം ശത്രുവിന്റെ പരാജയമാ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, യുദ്ധം എന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗിപ്പാണ് ആ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം എനിക്ക് നിയോഗം നൽകി തന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 ദൈവാത്മാവ് എനിക്ക് കുറിവാക്യം നൽകി തന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നീതി പുലർത്തിയ ഞാൻ ഈ ദൂത് പറയുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, സ്തോത്രം, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി എന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. സ്വർഗം ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവാത്മാവ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ദൈവമായിട്ട് ഉടമ്പടി എടുത്ത് ഇന്ന് രാത്രികാലം ഇതിനകത്ത് നീ ജോയിൻ ചെയ്തെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ആമേൻ, സ്തോത്രം. നീ എന്റെ വിലാപത്തെ എനിക്ക് ആമേൻ സ്തോത്രം നൃത്തം ആക്കി മാറ്റുന്ന ദൈവമാണ്. എന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ദൈവം, എന്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷമൊടിപ്പിക്കുന്ന ജ്യോതി റോബി ദൈവാത്മാവ് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, വിലാപത്തെ അവൻ നൃത്തമാക്കി മാറ്റും, രട്ട് അടിച്ച് സന്തോഷം ഉടുപ്പിക്കും. ദൈവാത്മാവ് ഒരു വെളിപ്പാടിനെ കാണിക്കുന്നു. ആമേൻ സ്തോത്രം. ഒരു മരത്തിന്റെ ചില്ല മുറിച്ചു മാറ്റിയിട്ടു. ആമേൻ സ്തോത്രം. അത് ആമേൻ സ്തോത്രം ഉണങ്ങി പോകണമെന്ന് ആമേൻ ശത്രു ചിന്തിച്ച ചില പ്രാണികൾ ആമേൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം അതിനൊരു ജീവൻ വെപ്പിച്ച പുറത്തു കൊണ്ടുവന്ന് ചലിക്കുന്നവരുടെ കൂട്ടത്തിൽ സിസ്റ്ററെ കൊണ്ട് ഇരുത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതി വിളിച്ചു പറയുകയാണ്. സ്വർഗം ഇന്ന് രാത്രികാലം വലിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഞാൻ ഇന്ന് രാത്രികാലം ഇവിടെ പറയുകയാണ്, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടിയും ആമേൻ സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിങ്ങൾ അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ഒന്നിച്ചുകൂടുക, ഒന്നിച്ചിരിക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. സ്തോത്രം. ആമേൻ സ്തോത്രം. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവമേ നീ അവയെ ന്യായം വിധിക്കയില്ലയോ. ആരെ? ഈ 3 സൈന്യത്തെ, മോവാബിയര്, അമോന്യര്, മെയൂന്യര്, അവരെ ന്യായം വിധിക്കയില്ലയോ. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. മനസ്സിലായോ? ആമേൻ. ഇതെവിടെ നമ്മൾ പറയാൻ തയ്യാറാകുന്നു, അവിടെ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുക. സ്വർഗം ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, നീ ഇരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ആമേൻ സഞ്ചരിക്കുന്നിടത്ത് ലീന റെജി ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അസാധാരണ അഭിഷേകത്തിന് ഉടമയാക്കി ഇന്ന് രാത്രികാലം കർത്താവിനെ മാറ്റാനായിട്ട് ഉദ്ദേശമുണ്ട്. ചിലതെല്ലാം ശത്രു നഷ്ടപ്പെടുത്തി കളയാൻ പദ്ധതിയിട്ട മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറയത്തക്കവണ്ണം ജീവിതത്തിൽ ചില ഏടുകളെ നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുന്നത്. ലജു ജോയ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാ, ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവത്തിന്റെ സഹോദര, ഇന്ന് രാത്രികാലം ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. യഹോശാഫാത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നതുപോലെ സഹോദര, ഈ ദിവസങ്ങൾ ദൈവം ഇറങ്ങി വന്ന ദൈവം ചില കർമ്മ പദ്ധതികൾ ജീവിതത്തിൽ കർത്താവ് ചെയ്യുമെന്ന് ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുക. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കും, ദൈവം ഞങ്ങളെ ബലപ്പെടുത്തും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം എന്നോട് ചേർന്ന് പറയാമോ, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തും, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. യഹോശാഫാത്തിന്റെ ഉറപ്പാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ ഇവരിങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും സഭാമധ്യേ വെച്ച് യഹോവയുടെ ആമേൻ സ്തോത്രം സന്നിധിയിൽ പാടുവാനും ആരാധിക്കാനും ഒക്കെ വന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, സെക്കരിയാവിന്റെ മകൻ യഹസ്യേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ ദൈവത്തിന്റെ ഈ ആത്മാവ് വന്നു. അദ്ദേഹം പറയുകയാണ്, നീ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്. ഇതിരാത്രി കാലം നമ്മളിങ്ങനെ തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ ചില ദൈവശബ്ദം നമ്മൾ കേൾക്കും. അതുകൊണ്ട് നമ്മൾ ബലപ്പെടും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പിറകോട്ട് നോക്കണ്ട, മുന്നോട്ട് നോക്കിയാൽ മതി. സ്തോത്രം. രാത്രികാലം പരിശുദ്ധാത്മാ വിളിച്ചു വരുന്നു, യുദ്ധം നിങ്ങളുടേതല്ല, മറിച്ച് ആരുടെയാ? ദൈവത്തിന്റെയാ. ആമേൻ. നാളെ അവരുടെ മേൽ ചെല്ലുവിൻ, ഇതാ അവർ സീസ്
കയറ്റത്തിൽ കൂടി കയറി വരുന്നു. ഇതിന്റെ പേരാണ് പ്രവചനം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഷാർപ്പായി ദൈവാത്മാവ് നമുക്ക് ദൂത് വെളിപ്പെടുത്തി തരും. സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ എങ്ങനെ നീങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അങ്ങനെ തന്നെ നീങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുറക്കൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. രാത്രികാലം ഈ ദൂതിനകത്ത് ഒരു നിയോഗം വെളിപ്പെട്ടു വരികയാ. ഇതിനകത്ത് ഒരു ഭയങ്കര ദൈവശക്തി വെളിപ്പെട്ടു വരികയാ. അറിയാത്ത ചില തലങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മളെ പറിച്ചു നടാൻ ആഗ്രഹിക്കുക. വൈഡാരകനാചുടാരമനഘടകസ്യ ഇതിനകത്ത് ജോയിൻ ചെയ്ത ചില പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ചില പ്രൊമോഷന് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജോലി കാര്യങ്ങൾ നീ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്തോത്രം ചില പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു 2026 അതിന്റെ പ്രാരംഭം 3 മാസത്തിനകം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചില പ്രൊമോഷന്റെ ലെറ്റർ നൽകി തന്ന് അവൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് പ്രൊമോഷൻ നൽകി തന്ന് ദൈവത്തിന് നിന്നെ മാനിപ്പാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിന്റെ സാലറി വർദ്ധിക്കും, നിന്റെ നന്മ വർദ്ധിക്കും. നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ഊതി വിളിച്ചു പറയാ. വേദനയുണ്ട്, കണ്ണുനീരുണ്ട്, നിലവിളിയുണ്ട്. വർഷങ്ങളായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരേ സാലറി, ആമേൻ, ഒരേ നന്മ, ഒരേ നിലവാരത്തിൽ, പക്ഷെ ജോലി വർധനവാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ഒരു പ്രൊമോഷൻ ഉണ്ട്. എന്നിട്ട് പറയുകയാണ് ഈ പടയിൽ പെടുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ ദൂത് കേട്ടപ്പോഴത്തേക്കിന് യഹോശാഫാത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആമേൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. സ്തോത്രം. എന്നാൽ നിങ്ങൾ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അടുത്ത വാക്യം ഭയങ്കര പവർഫുള്ളായ ഒരു വേർഡാണത്. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ. രാത്രികാലം ദൂതിൽ ആശ്രയിച്ചാൽ ആമേൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, നിങ്ങൾ കൃതാർത്ഥരാകും. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാനും നിങ്ങൾ കൃതാർത്ഥരായിത്തീരും. ഞാനും നിങ്ങളും കൃതാർത്ഥരായിത്തീരും. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പോരാ, ശക്തിയോടെ പ്രവചന ശബ്ദം കേട്ടാൽ, ദൈവത്തിന്റെ ദൂത് കേട്ടാൽ, വെളിപ്പാട് നീ കണ്ടാൽ നീ കൃതാർത്ഥരാകും. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ദൂത് കേട്ടപ്പോൾ യഹോശാഫാത്ത് ആരാധിക്കാൻ തുടങ്ങി, ദൈവസന്നിധി സ്തുതിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണമോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സംഗീതക്കാരെ നിയമിച്ചു. സ്തോത്രം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ സ്തോത്രം യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരെയും മോവാബിരെയും സേയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അടുത്ത ദൂത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, അങ്ങനെ അവർ തോറ്റുപോയി. എങ്ങനെ? ഇവർ പാടി ആരാധിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി. ഞാനും നീയും ദൈവത്തെ പാടി ആരാധിക്കാൻ തയ്യാറായാൽ സ്വർഗം ചില പതിയിരിപ്പുകാരെ ആമേൻ സ്തോത്രം ഇരുത്തും. ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്താനിടയായി തരും. നിന്റെ പ്രാർത്ഥന പരാജയമാകത്തില്ല, നിന്റെ ഉപവാസം പരാജയമാകത്തില്ല. ഇന്ന് രാത്രികാലം 21 ദിവസക്കാലമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ 17 രാത്രികാലവും പകൽക്കാലമായി ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ, ചിലതിന്റെ മേൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സമയമായി. ആമേൻ, സ്തോത്രം. 24-ാമത്തെ വാക്യം. സ്തോത്രം. അവർ പുരുഷാരത്തെ നോക്കി. സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. യഹൂദിയർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. സ്തോത്രം. മനസ്സിലായോ? ഇതാണ് ദൂതിന്റെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായ? ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ വന്നവനെ സ്വർഗം തകർത്തു. സ്തോത്രം ചെയ്താട്ടെ. നിന്നെ ക്ഷീണിപ്പിക്കാൻ വന്നവനെ ദൈവം ക്ഷീണിപ്പിച്ചു. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹാബ രമ നഗടഗസ്യ. യഹോശാഫാത്തും അവന്റെ പടജനും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവിടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്ത്രങ്ങളും കണ്ടെത്തി. എത്ര ദിവസം കൊള്ളയിട്ടു? 3 ദിവസം കൊള്ളയിട്ടു. 4-ാമത്തെ ദിവസം ആമേൻ സ്തോത്രം അവർ
അവർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബെരാഖ താഴ്വരയിൽ വന്ന് ഒന്നിച്ചുകൂടി അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു. 3 ദിവസം കൊള്ളയിട്ടു, 4ാമത്തെ ദിവസം ആരാധിച്ചു. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അങ്ങനെ അവരുടെ ദൈവം അവർക്ക് ചുറ്റും വിശ്രാമം നൽകിയത് കൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. 29ാമത്തെ വാക്യം ആമേൻ വളരെ ചലഞ്ചിങ് ആയ ഒരു വാക്യമാണ്. അത് വായിക്കണം. യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിലും വീണു. മനസ്സിലായോ? പരിശുദ്ധാത്മാ പറയുന്നു, നിനക്കെതിരെ വിരല് ചൂണ്ടുന്ന, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ മേലെ ദൈവത്തിന്റെ ഭീതി വീഴത്തക്കവണ്ണം ദൈവം ചില പ്രവർത്തികൾ കർത്താവ് ചെയ്യും. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുക. സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ ആമേൻ 1 ആമേൻ സ്തോത്രം രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ സ്തോത്രം ഹല്ലേലൂയ 18-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേൻ പ്രാർത്ഥനാ വീരനായ ആമേൻ സ്തോത്രം ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഇന്ന് രാത്രികാലം ആമേൻ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, വലിയ മഴയുടെ മുഴക്കമുണ്ട്, വലിയ മഴയുടെ മുഴക്കമുണ്ട്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മഴ പെയ്യാൻ പോവുകയാ. വൈഡാരങ്ങ നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത്, നിങ്ങളായിരിക്കുന്ന വീടിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 21 വായിക്കുകയാ. ഒരു നിരാശയുടെ ആമേൻ സ്തോത്രം ആമേൻ പുതപ്പിനെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം മാറ്റുകയാ. ആമേൻ സ്തോത്രം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? മറ്റൊന്നുമല്ല. ആമേൻ സ്തോത്രം മരിച്ചു എന്ന് കരുതിയ യോസേപ്പ് അവൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നതുപോലെ. ആമേൻ. കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. ആമേൻ. എന്റെ ജീവിതം ഇങ്ങനെ തീരത്തുള്ളൂ. വാഗ്ദത്തം എന്റെ മേൽ നടക്കത്തില്ല, ആലോചന എന്റെ മേൽ നടക്കത്തില്ലെന്ന് നിന്റെ നാവ് കൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, സ്തോത്രം, ഇല്ല കേട്ടോ, അങ്ങനെ നീ തീരില്ല, അങ്ങനെ നീ അവസാനിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ. യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ ആപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നതുപോലെ രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, വീണ്ടും ചൈതന്യം വരും, വീണ്ടും ചൈതന്യം പറഞ്ഞാട്ടെ, വീണ്ടും ചൈതന്യം വരും, വീണ്ടും ചൈതന്യം വരും. ആമേൻ. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ തലമുറയിലൂടെ ദൈവം ചിലത് ചെയ്യും. ഒരാമേ പറഞ്ഞാട്ടെ, നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ തലമുറയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യും. സ്തോത്രം. ആമേൻ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ അഭിഷേകം പ്രാപിച്ചൊരു ദാവീദ് കീഴടക്കിയപ്പോൾ സ്തോത്രം ആ ദേശത്തെ സ്ത്രീകള് വാദ്യഘോഷത്തോടെ പാടി. ശൗൽ 1000 കൊന്നു. അത്രയും പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദാവീദ് 10,000 കൊന്നു. ഇത് കേട്ടപ്പോ ശൗല് കോപിച്ചു. 2, അത് അവന് അനിഷ്ടമായി. ആർക്കനിഷ്ടമായി? ശൗലിന്. പക്ഷേ ദാവീദ് അത് മൈൻഡ് ചെയ്തില്ല. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ വിളിച്ചു പറയാ, ചിലത് നിനക്ക് എതിരെ വരുമ്പോൾ, ചിലത് നിന്റെ അഭിഷേകത്തിന് വിരോധമായി വരുമ്പോൾ, ചിലത് നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി വരുമ്പോൾ, സ്തോത്രം, നീ ഒരു ദാവീദാണെങ്കിൽ നീ അത് മൈൻഡ് ചെയ്യണ്ട. കാരണം പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നീ ഹെബ്രോനിൽ രാജാവാകാൻ വേണ്ടി ദൈവം നിന്നെ അനോയിന്റിങ് ചെയ്തതാ. ഈ ദൈവം ചെയ്യുന്ന അനോയിന്റിങ്ങിന്റെ മുകളിൽ ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നമ്മളോട് പറയുന്ന ആ ദൂതിനകത്തൊരു ഡെലിവറൻസ് ഉണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാ. ദൈവം തന്റെ ജനത്തിന് സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അല്പസമയം നമുക്ക് കരങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഒരു വലിയ ദൈവശക്തി ഇതിനകത്ത് കർത്താവ് ചെയ്യുകയാ. വൈഡാരകന ചൂടാറമാനക ദുരകതക ശാന്തല നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. ഈ മീറ്റിംഗിന്റെ ലാസ്റ്റ് ടൈമാണ്. ഇതിനകത്ത് ചില മിറക്കൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. വൈഡാരകന ചൂടാറമാനക നിരത്തിക്കാൻ എല്ലാവരും കണ്ണുകൾ അടച്ച് അല്പസമയം അന്യഭാഷ അടയാളത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ചില മിനിറ്റുകൾ
ഇപ്പോഴാണ് ഭയങ്കര സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് നടക്കുന്നത്. ഇപ്പോഴാണ് സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ് നടക്കുന്നത്. ഇതിനകത്ത് ഒരു വലിയ ദൈവ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുക. ചിലത് അഴിഞ്ഞു മാറും, ചില രോഗശക്തികൾ അഴിഞ്ഞു മാറും, ചില പൈശാചിക ശക്തി അഴിഞ്ഞു മാറും, ചില അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറും, ചില പിശാചിന്റെ കോട്ടകൾ അഴിഞ്ഞു മാറും. ചില അത്ഭുതങ്ങൾ കർത്താവ് ഇന്ന് രാത്രികാലം ചെയ്യുക. തടവറക്കകത്ത് കിടക്കുന്ന നിന്നെ പുറത്തിറക്കാൻ പോകുക ദൈവം. വൈഡാരകന ജുഡാരവന ഘടക ശാന്തല അസ്തുരാജകരെ ജുഡാരവന ബലബൗഡാരവനെ അടകരാ ജുഡേരി ബൗഡകരാജന ഹത്തുരെ ദിഗക്ഷവാര ബൗഡകരാജന അടകരാ ജുഡേരി ബൗഡകരാജനസ്യ. ഹല്ലേലൂയ. ഈ കാലഘട്ടം തീരുന്നതിന് മുമ്പ്, ഈ യുഗം അവസാനിക്കുന്നതിന് മുമ്പ്, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ മേൽ സ്തോത്രം ദൈവം ചില അനോയിന്റിങ് പകർന്ന് ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ഉദ്ദേശമാണ്. ദൈവാത്മാവ് ദൂതി വിളിച്ച് ഇതുകൊണ്ട് അവൻ തീർന്നു, ഇതുകൊണ്ട് അവൻ അവസാനിച്ചു, ഇതുകൊണ്ട് അവൾ തീർന്നെന്ന് ശത്രു വിധി എഴുതിയ ചില മണ്ഡലങ്ങളുടെ മുകളിൽ കയറി ദൈവത്തിന് നിന്നെ ഇന്ന് രാത്രികാലം നിർത്താൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. യൂഡാമാന ഹംദല ജഗന ജുഡേരി ബൗഡകരാജന ഉടാരമന ഘടക സന്തല ദീകക്ഷപാര ബൗഡകരാജനസ്യ. രാത്രികാലം പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഒരു അസാധാരണമായ ഹീലിംഗ് ഇതിനകത്ത് വെളിപ്പെട്ട് വരിക. അസാധാരണമായ ഒരു ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെട്ട് വരിക. എനിക്കറിയത്തില്ല, ചിലരൊക്കെ ദൈവാത്മാവ് തൊടുക, ചിലരുടെയൊക്കെ പേര് പറഞ്ഞ് രാത്രികാലം കർത്താവ് ബ്ലെസ് ചെയ്യുക, ചിലരുടെയൊക്കെ പേര് പറഞ്ഞ് ദൈവം ചില ഡെലിവറൻസ് കൊടുക്കുകയാ. നാളുകളായി പ്രാർത്ഥിക്കുന്ന, തലമുറയുടെ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്ന, കെട്ടപ്പെട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളിൽ രാത്രികാലം 8 വർഷമായി ആമേൻ പ്രാർത്ഥിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവാത്മാവ് ചിലത് അഴിക്കുക. 8 വർഷമായി അനക്കമില്ലാതെ സ്റ്റക്കായി കിടക്കുന്ന, 8 വർഷമായി സ്റ്റക്കായി കിടക്കുന്ന ചില തലങ്ങളിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ വേണം ചില തലമുറയെ ബന്ധിച്ച് കെട്ടിച്ചു വെച്ചേക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം കർത്താവ് അഴിക്കുകയാണ്. യേശു പറയാണ് അവന്റെ അവൻ പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടടിക്കുന്നു, അവൻ പോകട്ടെ. കെട്ടടിപ്പിന് അവൻ പോകട്ടെ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. പുത്രൻ സ്വാതന്ത്ര്യം എടുത്തിയാൽ സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. ഇന്ന് രാത്രികാലം ചിലർക്ക് സ്വാതന്ത്ര്യം എടുത്തുക. നിങ്ങളുടെ പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുക. ഇപ്പോഴാണ് വിടുതൽ, ഇപ്പോഴാണ് ദൈവശബ്ദം, ഇപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരുന്നത്. ഉടവനഘടക ശാന്തല അധികക്ഷപാല ബൗഡെ അടകരാജുടേരി ബൗഡ റിമന അടകരാജുടേരി ഘടകസ്യ അസ്തുർ പ്രൗഢകരാജനസ്യ. രാത്രികാലം പ്രാർത്ഥിക്കാം. രാത്രിക്കാലം നിങ്ങളുടെ വേദനയുടെ ഭാഗങ്ങൾ കൈവച്ചോ. രാത്രിക്കാലം ദൈവത്തിന് വലിയ വിടുതന്റെ കാലം കർത്താവ് നീട്ടാൻ പോകുക. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന വിലയേറിയ സമയത്തിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവ് ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാവിൽ ഞാൻ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശബാലവന ബൗഡപരാജനസ്യ അസ്തുരാജഗന ജുഡാരഘടകസ്യ. ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ദൈവനെ കണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശത്ത് നിന്ന്, സ്വദേശത്തിൽ നിന്ന് ആമേൻ ജോയിൻ ചെയ്തവരിലൂടെ ദൈവപ്രവർത്തി കർത്താവ് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിനശിഷ്ട പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ചിലരുടെ കയ്യില് ചരട് കൊണ്ട് കെട്ടിയതുപോലെ ചില കെട്ടുകളെ കർത്താവ് ഇന്ന് രാത്രികാലം ഈ ആരാധനയിൽ അഴിക്കുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ചിലർ ഫ്രീ ആകണം, ചിലരുടെ പ്രാർത്ഥന ലൈഫ് ഗ്രോത്ത് ആകുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ചിലരെ പ്രവചന ശബ്ദത്തിലേക്ക് ദൈവം നിറയ്ക്കുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. ചിലർ നോക്കുന്നത് വിടുതലാക്കി ദൈവം മാറ്റുകയാണ്. യെസ്, സ്വർഗം ചിലത് ചെയ്യുന്നു. ചില മൂടുപടങ്ങൾ ദൈവം മാറ്റുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ചില ദൈവപ്രവൃത്തി കർത്താവിന്റെ രാത്രികാലം വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകി തന്ന അനോയിന്റിങ്ങിനായി സ്തോത്രം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല എന്ന ദൈവമേ, നിന്റെ ദൂതനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കിയ ചില ആയുധങ്ങളെയും ആയുധ പുരകളെയും ദൈവം പൊട്ടിച്ചു കളഞ്ഞതിനായി സ്തോത്രം. ഇപ്രകാരം അഭിഷേകത്തോടെ ആത്മനിറവോടെ ആരാധിപ്പാൻ, ഇവരുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. ദൈവം മാനിക്കണം. ജനത്തെ വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മ പറയുന്നതിനകത്ത് അസാധാരണമായ ചില വിടുതലുകൾ, അസാധാരണമായ ചില നീക്കുപോക്കുകൾ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ദൂതുകൾ ഈ ദിവസങ്ങളിൽ ആമേൻ. ഈ മീറ്റിങ്ങിനിടയിൽ തന്നെ ചില വാക്കുകൾ എഴുതിയെടുത്ത, പേന കൊണ്ട് എഴുതിയെടുത്തവരെ ദൈവാത്മാവ് കാണിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ ആമേൻ വലിയ ഡെലിവറൻസ് ആക്കി ദൈവം മാറ്റുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ ദൂത് കേട്ടോണ്ട് നമ്മൾ കരഞ്ഞ ചിലരെ ദൈവാത്മാവ് കാണിക്കുന്നു. അവരുടെ മേലൊരു വലിയ വിടുതലായി കർത്താവ് നൽകി തന്നിരിക്കുക. ഓക്കെ സിസ്റ്റർ ബീന അജയ്, ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടിയങ്ങളെ ഓർത്ത്, അടിയങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കരത്തിലെ ഒരു വടിയാക്കി
ദൈവം മാറ്റുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ വൈഫിന്റെ പേര് ജിജി. 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് നൽകി തന്നു. മൂത്തയാള് അക്സ, ഇളയാള് അബിയ. ഞങ്ങളെ 4 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ എന്ന സ്ഥലത്ത് ഞങ്ങളെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഗോഡ് ബ്ലസ് യു.